ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പന്നീസ് ലെഷർ ടൈം. ഇന്ന് നമുക്കൊരു പുഴുക്ക് തയ്യാറാക്കാം. A to Z വരെ ഗുണമുള്ള ഒരു പുഴുക്ക് നമുക്ക് തയ്യാറാക്കാം. പുഴുക്കിനായിട്ട് ആദ്യം കപ്പ വേവിച്ചേർക്കാം. അതിനായിട്ടൊരു തവ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ആദ്യം നമുക്ക് കപ്പ വേവിക്കാം. കഴുകി വാരി വെച്ചിരിക്കുന്ന കപ്പയാണിത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കപ്പ വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരു പച്ച തേങ്ങ, പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ജീരകം, ഒരു തുടം വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്. എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, ഇത് വലിയ ടൈപ്പ് പച്ചമുളകാണ്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒതുക്കിയെടുക്കാം. പുഴുക്കിന് വേണ്ടിയിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ വേവിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഊറ്റിക്കളയാനുള്ളതല്ല ഇത്. എടുത്ത് വെന്ത കപ്പയുടെ കൂടെ ചേർക്കാം. ഇനി ചേന പ്രത്യേകം വേവിക്കണം. നമുക്ക് പുഴുക്കിനുള്ള ചേന വേവിക്കാം. ഈ ചേന അല്പം ചൊറിച്ചിലുള്ള ചേനയാണ്. ചില ചേനകളൊന്നും ചൊറിയത്തില്ല. അതാകുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇത് വെള്ളത്തിലിട്ട് വേവിച്ച് ചൊറിച്ചിലുള്ളതാണെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ച് നമുക്ക് അതിൻ്റെ വെള്ളം കളയണം. കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. വെള്ളം ഒഴിക്കാം. സ്റ്റൗ ഓണാക്കാം. ചേന അതിലേക്കിടാം. നമുക്കതിലേക്ക് ഉപ്പിടാം. കപ്പ വേവിച്ച് മാറ്റി വെച്ചു. ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം വേവിച്ച് മാറ്റി വെച്ചു. ഈ ചേന സെപ്പറേറ്റ് വേവിച്ച് അതുമായിട്ട് അരപ്പും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് താളിച്ചെടുക്കാം. വേവട്ടെ, ചേന ഇരുന്ന് വേവട്ടെ. ചേന വേവുന്ന നേരത്തിന് നമുക്ക് ഇതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. അരപ്പ് താളിക്കാം. കഷ്ണങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട്. പുഴുക്കിനൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ. ഞാൻ എല്ലാത്തിനും കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് നല്ലത്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. മുളകിടാം.
മുളക് മൂത്ത് നമുക്കിനി വേപ്പിലിട്ട് കൊടുക്കാം. നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പണ്ടുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണ്, ഈ കൂട്ടുകറിയാണ്. ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ചേനയൊക്കെ ഉള്ളതല്ലേ. ആദ്യം നമുക്ക് ചേന കോരിയിടാം. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ ഫ്ലാറ്റിൽ കിടന്നുകൊണ്ടുള്ള കളികളുമൊക്കെ അല്ലേ. മുമ്പ് അങ്ങനെയല്ല, വിശാലമായ പറമ്പിൽ കിടന്നുകൊണ്ട് എല്ലാ കുട്ടികളുമായിട്ട് ചേർന്നുള്ള ഒത്തുകളിയുള്ള കളികളുമൊക്കെ അല്ലേ. അങ്ങനെ ഇത്ര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും പാക്കറ്റ് സാധനങ്ങളൊക്കെ അല്ലേ വാങ്ങിക്കഴിക്കാറ്. ഹലോ ഫ്രണ്ട്സ്, പുഴുക്ക് റെഡി കണ്ടോ? ഇത് സർവ്വ ഗുണങ്ങളും അടങ്ങിയതാണ്. മുരിങ്ങയ്ക്ക കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവിയലൊന്നും അല്ല കേട്ടോ. ഇതെല്ലാം കൂടെ ചേർന്നൊരു മിക്സാണ്. ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കായ, മുരിങ്ങയ്ക്കായ, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് വെള്ളരിക്കായ, എല്ലാം കൂടെ ചേർന്നൊരു മിക്സാണ് കേട്ടോ. ഇത് കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമാണ് കേട്ടോ. അത് മെയിനായിട്ട് ചേന, പച്ചത്തേക്ക, മുരിങ്ങയ്ക്ക, കപ്പ നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ടെന്നറിയാം. അവർക്കൊക്കെ സുഖമാണോ എന്തോ. ഹലോ ഫ്രണ്ട്സ്, പുഴുക്ക് റെഡി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ